പരിശുദ്ധ പരമ ദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ കുർബാനയനുഭവ ധ്യാനത്തിൻ്റെ 20-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചു വന്നത് കുർബാന അനുഭവമായി മാറാത്തതിൻ്റെ കാരണം നമ്മുടെ ഹൃദയവും മനസ്സും ജീവിതവും ഒരുങ്ങുന്നില്ല. ഒന്നാമത് പറഞ്ഞത് അനുദപിക്കുന്ന ഹൃദയം, പാപത്തെ ഓർത്ത് ദൈവത്തോട് മാപ്പ് ചോദിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകണം. രണ്ടാമത്തേത് നമ്മുടെ മനസ്സ് വിശാലമായിരിക്കണം. ഇടുങ്ങിയ മനസ്സുള്ളവർക്ക് ഒരിക്കലും കുർബാന അനുഭവമായി മാറുകയില്ല. ചെറിയ മനസ്സുകൾ എപ്പോഴും പാപം ചെയ്തുകൊണ്ടിരിക്കും. അതായത് എൻ്റെ കാര്യം പോലും മറന്ന് മറ്റുള്ളവരുടേത് ഓർക്കാൻ കഴിയുന്ന, എന്നെക്കുറിച്ച് കുറച്ച് ചിന്തിക്കുകയും മറ്റുള്ളവരെക്കുറിച്ച് ഏറെ ആകുലപ്പെടുകയും വേദനിക്കുകയും ചെയ്യുന്ന മനസ്സുള്ളവർക്ക് കുർബാന അനുഭവമായിട്ട് മാറും. ഉത്തർപ്രദേശിൻ്റെ ഏതോ ഒരു സ്ഥലത്ത് പ്രേം ധാം എന്ന് പറയുന്ന ഒരു സ്ഥാപനം, എനിക്ക് പരിചയമുള്ള ഒരു അച്ഛൻ അവിടെയുണ്ട്. അച്ഛൻ പങ്കുവെച്ചപ്പോഴാണ് പറഞ്ഞത്, രാവിലെ എഴുന്നേറ്റ് അവിടെ മാനസിക രോഗികളൊക്കെയാണ്, കുറേ പേരുണ്ട്. ഇവർ 2-3 അച്ഛന്മാരുണ്ട്. ഇവരെഴുന്നേറ്റ് രാവിലെ അവരൊക്കെ കിടന്നുകൊണ്ടാണ് മലമൂത്ര വിസർജനാദികളൊക്കെ നടത്തുന്നത്. അവരെല്ലാം കുളിപ്പിച്ച് എന്നിട്ടാണ് അവർ കുർബാന അർപ്പിക്കുന്നത്. എന്ത് അനുഭവമാണ് എന്ന് ഈ വൈദികൻ പറഞ്ഞു. ഞാനത് കുന്നന്താനം എന്ന് പറയുന്ന സ്ഥലത്ത് LSDP കോൺഗ്രിഗേഷനിലെ മദർ ലിറ്റി സ്ഥാപിച്ച അവിടെ വാർഷിക ധ്യാനം നടത്തിയപ്പോൾ ഞാനിത് ശ്രദ്ധിച്ചു. ഒരു 3 മണിയാകുമ്പോൾ ഈ സിസ്റ്റേഴ്സ് എല്ലാവരും ഉണരും. എന്നിട്ട് അവിടെ കിടക്കുന്ന കിടപ്പ് രോഗികൾ ആണ് കൂടുതൽ. അവരെല്ലാം ഒരുക്കി എടുത്ത് കൊച്ചു കുഞ്ഞുങ്ങളെയുമായിട്ടാണ് കുർബാനയ്ക്കായിട്ട് വരുന്നത്. അവിടെ കുർബാന അർപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ദൈവ സാന്നിധ്യാനുഭവം പ്രത്യേകമായിട്ട് തിരിച്ചറിയാൻ കഴിയും. നമ്മൾ ഈ എല്ലാ സൗകര്യങ്ങളുമുള്ള ജീവിതത്തിൽ നിന്നുമാണ് കുർബാന അർപ്പിക്കാനായിട്ട് വരുന്നത് എന്ന് വെച്ചുകൊണ്ട് ജീവിത സൗകര്യങ്ങൾ ഉപേക്ഷിക്കണമെന്നുള്ള അർത്ഥത്തില്ല. മനസ്സിലെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും കൊടുക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. ഇന്ന് മൂന്നാമത് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഒരുപക്ഷെ ചിലപ്പോൾ 1-2 ക്ലാസ് നമുക്ക് വേണ്ടി വരും. അനുരഞ്ജനം ഹൃദയത്തിൽ നമുക്ക് ഉണ്ടാകണം. നമ്മളതിന് ആധാരമായി സ്വീകരിക്കുന്ന വചനം മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യമാണ്. നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുൻപിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക, പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ഇത് പലപ്പോഴും നമ്മൾ ധ്യാനിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ കുർബാനയുടെ ആദ്യത്തെ ഗാനത്തിൽ അനുരഞ്ജിതരായി തീർന്നീടാം നവമൊരു പീഠം ഒരുക്കിയിടാം, ആ പാട്ടൊക്കെ പാടുമ്പോൾ പിന്നീട് ആ പ്രാർത്ഥനകളെക്കുറിച്ച് ഞാൻ ക്ലാസ് കുറച്ചെങ്കിലും എടുക്കാനായിട്ട് ആഗ്രഹമുണ്ട്. അപ്പോൾ വിശദമായിട്ട് പറഞ്ഞുകൊള്ളാം. എങ്കിലും നിങ്ങളുടെ മനസ്സിലേക്കൊരു കൃപ നിറയാൻ വേണ്ടിയാണ്. സ്നേഹമില്ലാതെ കുർബാന അർപ്പിച്ചാൽ കുർബാനയിൽ ഒരനുഭവവും നമുക്ക് കിട്ടുകയില്ല. ചിലപ്പോഴൊക്കെ നമ്മളത് ശ്രദ്ധിക്കുമായിരിക്കും, അത് ഓർമ്മിക്കണം. കാരണം കുർബാന എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ആഘോഷമാണ്. നമ്മൾ ഒരിക്കലും മറക്കരുത്. ഞാനിന്ന് അതുകൊണ്ടാണ് ഈ യോഹന്നാൻ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം എന്താണ്? സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്, കൊലപാതകിയിൽ നിത്യജീവൻ വസിക്കുന്നില്ല. അപ്പോൾ സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്, കൊലപാതകിയിൽ നിത്യജീവൻ വസിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ എന്നുള്ളത്. അപ്പോൾ ഈ കുർബാനയ്ക്കകത്ത് കുർബാനയിൽ പങ്കെടുക്കാൻ വരുമ്പോൾ ആരെയും മാറ്റി നിർത്തരുത്, എല്ലാവരെയും സ്നേഹിക്കണം, പിണക്കം പാടില്ല. ഇതൊക്കെയാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത്. അതുതന്നെ ഞാൻ കുറച്ചും കൂടി വിശദമായിട്ട് പിന്നീട് പറയും. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് ഒരു ദൈവശാസ്ത്ര ചിന്തയാണ്. കാരണം ഈ ദൈവശാസ്ത്ര ചിന്ത നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കൊരു അഭിഷേകമായിട്ട് മാറും. ആ ദൈവശാസ്ത്ര ചിന്ത എന്തെന്ന് ചോദിച്ചാൽ, ഉത്ഥാനം ചെയ്ത ഈശോ ഇന്ന് സഭയുടെ ശിരസാണ്. ഈശോയ്ക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കാൻ ആകില്ല. അതുകൊണ്ടാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായത്തിൽ ഈ സാവൂളിനെ ഈശോ സ്വന്തമാക്കുന്നുണ്ടല്ലോ. അപ്പോൾ സാവൂളിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സാവൂൾ സാവൂൾ നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? സാവൂൾ ഒരിക്കലും ഈശോയെ മർദ്ദിച്ചിട്ടില്ല. സാവൂൾ ക്രിസ്ത്യാനികളെയാണ് മർദ്ദിച്ചത്. പക്ഷേ സാവൂളിനോട് പറയുന്നത്, സാവൂളെ നീ എന്തുകൊണ്ടാണ് എനിക്കിട്ട് അടിക്കുന്നത്? അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഉത്ഥാനം ചെയ്ത ഈശോ എന്താണ്? സഭയാണ്, അല്ലെങ്കിൽ ഈശോ സഭയായിട്ട് രൂപാന്തരപ്പെട്ടു. സഭ എന്ന് പറയുന്നത് ഞാൻ മറ്റൊരു അവസരത്തിൽ പറഞ്ഞതാണ്, ഈശോ സ്ഥാപിച്ച സംഘടനയല്ല. സഭ എന്ന് പറയുന്നത് ഈശോയുടെ തുടർച്ചയാണ്. ഈശോ തന്നെയാണ് സഭ. ചേർച്ച് ഈസ് ദി കണ്ടിന്യൂവേഷൻ ഓഫ് ജീസസ്. കട്ടിയുള്ള ആശയമാണ്, പക്ഷേ നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം, നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ്.
എനിക്കിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിലേക്ക് ചിലപ്പോൾ ചില ഉൾക്കൊള്ളാനാവാത്ത, മനസ്സിലാക്കാനാവാത്ത ഒരു കാര്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നോട് ഒരിക്കലും ഒരു സഹോദരൻ പറഞ്ഞതാണ്, അച്ഛൻ പറയുന്ന പല കാര്യങ്ങളും മനസ്സിലാകുന്നില്ല. കാരണം എന്താണ്, ഈ കുർബാനയിലെ രഹസ്യങ്ങൾ എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ ഉൾക്കൊള്ളാൻ കഴിയില്ല. നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ്. ഈ എഫേസസ് 1:23 നമ്മൾ വായിക്കുന്നുണ്ട്, സഭ അവൻ്റെ ശരീരമാണ്. നിങ്ങൾ അല്പം ത്യാഗത്തോടെ, ഒരുപക്ഷെ ചിലപ്പോൾ 2 പ്രാവശ്യം കേൾക്കേണ്ടി വരും. കേട്ട് ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞാൽ അസാധാരണമായ ഒരു കുർബാന അനുഭവം നിങ്ങൾക്ക് കിട്ടും. അതായത് സഭ ഇന്നും ഉണ്ട്. സഭ, പ്രിയപ്പെട്ടവരെ, ഒരു സംഘടന അല്ല. മാർപ്പാപ്പ ഏറ്റവും മുകളിൽ, കർദിനാളന്മാർ താഴെ, ഏറ്റവും താഴെ അൽമായർ, അങ്ങനെയുള്ള ചിന്ത നിങ്ങൾ മാറ്റുക ആദ്യം. ചേർച്ച് ഈസ് ക്രൈസ്റ്റ് വാക്കിംഗ് ഇൻ അവർ മിഡ്സ്റ്റ് എന്ന് പറയാറുണ്ട്. ഇംഗ്ലീഷാണ്. ചേർച്ച് ഈസ് ക്രൈസ്റ്റ് വാക്കിംഗ് ഇൻ അവർ മിഡ്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മധ്യേ സഞ്ചരിക്കുന്ന ക്രിസ്തുവാണ് സഭ. ഉത്ഥിതൻ സഭയുടെ ശിരസാണ്. ആ ഉത്ഥിതന് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ നിർത്തരുത്, ദയവ് ചെയ്ത് ഇത്രയും കട്ടിയുള്ള കാര്യം പറയുന്നത് കേട്ടുകൊണ്ട് നിങ്ങൾ ഈ ഓഡിയോ കേൾക്കാതിരിക്കരുത്. ഞാൻ പറയാൻ പോകുന്ന കാര്യം ഞങ്ങളെ ഇപ്പോൾ മനസ്സിലാക്കി തരാൻ ശ്രമിക്കുകയാണ്. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാം. ഇന്നും ഈശോ ജീവിക്കുന്നു. ആ ഈശോയെ നമ്മൾ സഭയിലാണ് കാണേണ്ടത്. സഭയിൽ ഈശോ ഉണ്ട്. ഇനി ശ്രദ്ധിക്കുക, നമ്മൾ കുർബാന സ്വീകരിക്കുമ്പോൾ എപ്പോഴും, ഞാനും പലപ്പോഴും വിചാരിച്ചിരുന്നതും ഇപ്പോഴും അറിയാതെ വിചാരിക്കുന്നതും ഈശോയുടെ ആ ദിവ്യകാരുണ്യ ശരീരമാണ് സ്വീകരിക്കുന്നത് എന്നാണ്. ശരിയാണ്, ദിവ്യകാരുണ്യമാണ് സ്വീകരിക്കുന്നത്. പക്ഷേ സെയിൻറ്റ് അഗസ്റ്റിൻ പറയുന്നത് എന്താണെന്നറിയാമോ? നമ്മൾ സ്വീകരിക്കുന്നത് മുഴുവൻ ഈശോയെ, ടോട്ടൽ ക്രൈസ്റ്റ്. ലത്തീൻ ഭാഷയിൽ തോത്തൂസ് ക്രിസ്തുസ്. നാം സ്വീകരിക്കുന്നത് ഈശോയുടെ ദിവ്യകാരുണ്യ ശരീരം മാത്രമല്ല, അത് ഈശോയുടെ ദിവ്യകാരുണ്യ ശരീരമാണ് എന്നുള്ളത് അംഗീകരിക്കുന്ന യൂക്രിസ്റ്റിക് ബോഡിയാണത്. പക്ഷേ അത് റിസറക്റ്റഡ് ബോഡി, അല്ലെങ്കിൽ ഉത്ഥാനം ചെയ്ത ഈശോയുടെ ശരീരമാണ്. ഇത്രയും നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഞാൻ സ്വീകരിക്കുമ്പോൾ ക്രിസ്തുവിനെ മാത്രമല്ല സ്വീകരിക്കുന്നത്. കാരണം ഉത്ഥാനം ചെയ്ത ഈശോ ഒരിക്കലും ഒറ്റയ്ക്കല്ല നിൽക്കുന്നത്. ഉത്ഥാനം ചെയ്ത ഈശോ സഭയിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്താണ്, ഞാൻ കുർബാന സ്വീകരിക്കുമ്പോൾ എന്താണ്, ഈശോയുടെ ദിവ്യകാരുണ്യ ശരീരം മാത്രമല്ല സ്വീകരിക്കുന്നത്, മറിച്ച് എന്താണ്, ഈ സഭയിലെ സകല മനുഷ്യരെയും ഞാൻ സ്വീകരിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, ഞാനിത് തിരിച്ചറിഞ്ഞ നിമിഷം എൻ്റെ ഉള്ളിൽ നിറഞ്ഞ ആഴമേറിയ ബോധ്യം ഇന്നും എന്നെ ചൂഴ്ന്നു നിൽക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളിൽ ഒരുപക്ഷെ ഞാൻ വിശദീകരിച്ചതിൻ്റെ കുറവ് കൊണ്ടാണോ എന്നറിയില്ല, എല്ലാവർക്കും മനസ്സിലായി കാണുകയില്ല. ഞാൻ ഉദാഹരണത്തിലൂടെ പറയാം. ഞാനിപ്പോൾ മണ്ണൂർ മറ്റക്കര പള്ളിയിലെ വികാരിയാണ്. ഞാൻ നാളെ ഇവിടെ പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ എന്താണ്, ഈ കുർബാന അർപ്പിക്കുവാൻ, ഞാൻ കുർബാന സ്വീകരിക്കുമ്പോൾ ശരിയാണ്, ഈശോയുടെ ആ ദിവ്യകാരുണ്യ ശരീരം, യൂക്കറിസ്റ്റിക് ബോഡി സ്വീകരിക്കുമ്പോൾ ആ ബോഡി യൂക്കറിസ്റ്റിക് ബോഡി മാത്രമല്ല, ദിവ്യകാരുണ്യ ശരീരം മാത്രമല്ല, അത് ഈശോയുടെ ഉത്ഥിത ശരീരം കൂടിയാണ്. അപ്പോൾ ഈ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർ, ഈ ഇടവക സമൂഹത്തിലുള്ള 325 വീട്ടിലുള്ള എല്ലാവരും, ഇവിടെ കുർബാനയ്ക്കായിട്ട് വരുന്ന എല്ലാവരും ആ ശരീരത്തിൽ ഉണ്ട്. കാരണം ഈശോയ്ക്ക് ഇന്ന് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയുകയില്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, അതിൽ ഏതെങ്കിലും ഒരാളോട് എനിക്ക് ഉള്ളിലൊരു പിണക്കമുണ്ട്. ഒരാൾ വന്ന് എന്നോട് അല്പം പരുഷമായിട്ട് സംസാരിച്ചു. ചുമ്മാ ഓർത്തുകൊള്ളൂ, ഹൃദയം പറയുന്നത്, എനിക്ക് ആരോടും പിണക്കമൊന്നുമില്ല. ഒരാൾ എന്നോട് പരുഷമായിട്ട് സംസാരിച്ചു, അല്ലെങ്കിൽ ഒരാൾക്ക് എന്നെ ഇഷ്ടമില്ല, എന്നെ വിമർശിച്ചു എന്ന് ഞാൻ കേട്ടു. അപ്പോൾ എന്താണ്, ഈ വ്യക്തിയെ ഇഷ്ടമില്ലാതെ ഞാൻ എൻ്റെ ഉള്ളിലേക്ക് സ്വീകരിച്ചാൽ എന്ത് സംഭവിക്കുന്നു? ഇഷ്ടമില്ലാതെ അതൃപ്തിയോടുകൂടി ഭക്ഷിക്കുന്നതൊക്കെ ഇൻഡൈജസ്റ്റ്, അല്ലെങ്കിൽ ദഹിക്കാതെ അത് ഏതെങ്കിലും തരത്തിൽ പുറത്തു പോകും. ഇതാണ് സംഭവിക്കുന്നത്. ഒന്നും കൂടി ഞാൻ ഒരു ഉദാഹരണം കൂടി പറയാം. ഒരു കോൺവെന്റിലെ സംഭവം പറയാം. ആ കോൺവെന്റിലെ സിസ്റ്റേഴ്സ്, അവിടെ 7 സിസ്റ്റേഴ്സ് ഉണ്ടെന്ന് സങ്കല്പിക്കുക. അപ്പോൾ കുർബാന സ്വീകരിക്കുമ്പോൾ ആ ഈശോയെ മാത്രമല്ല, ആ കമ്മ്യൂണിറ്റിയിലുള്ള ഒരാൾ സ്വീകരിക്കുമ്പോൾ ബാക്കി 6 പേരെയും സ്വീകരിക്കുന്നുണ്ട്. അതിലൊരാളെ ഇഷ്ടമില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ആ ഇഷ്ടമില്ലാത്ത വ്യക്തി പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇതാണ് അനുരഞ്ജനം എന്ന് പറയുമ്പോൾ. അപ്പം നമ്മൾ കുർബാനയ്ക്ക് വരുമ്പോൾ എനിക്ക് കുറച്ച് പേരെ ഇഷ്ടമാണ്, പക്ഷെ എല്ലാവരെയും ഇഷ്ടമില്ല. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിലുള്ള ആ ഒരു കുർബാനയുടെ ചൈതന്യം നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. ഞാൻ മുമ്പ് ഒരു ദിവസം നിങ്ങളോട് പറഞ്ഞ ഒരു വചനം കൂടി പറയാം. 1 കൊരിന്തോസ് 11-ാം അധ്യായത്തിൻ്റെ 27 മുതലുള്ള, തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ, നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ,
അതിൻ്റെ 30-ാമത്തെ വാക്യം 29-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട, ഞാൻ വൈദികനാണ്, ഞാൻ പഠിച്ചതാണ് സെമിനാരി. പക്ഷേ ഞാൻ ഈ അടുത്ത നാൾ വരെ വിചാരിച്ചിരുന്നത് എന്താണെന്നറിയാമോ? ശരീരത്തെ വിവേചിച്ചറിയാതെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ഫിസിക്കൽ ബോഡി, എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്നുള്ള ചിന്തയില്ലാതെ ഞാൻ എപ്പോഴെങ്കിലും എൻ്റെ ശരീരത്തിൻ്റെ എവിടെയെങ്കിലും അശുദ്ധിയോടുകൂടി സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് അവിടെ അർത്ഥമാക്കുന്നത്. ഞാൻ കണ്ടുമുട്ടുന്ന ആരെയെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്നുള്ള ചിന്തയില്ലാതെ നോക്കിയിട്ടുണ്ടെങ്കിൽ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നതെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഞാൻ പിന്നീട് അതിൻ്റെ വ്യാഖ്യാനം വായിച്ചപ്പോഴാണ് മനസ്സിലായത് അത് സഭയാകുന്ന ശരീരത്തെക്കുറിച്ചാണ്. എന്നെ കേൾക്കുന്നവരെ, ഞാനിന്ന് വളരെ ഗഹനമായ ഒരാശയമാണ് നിങ്ങളോട് പങ്കുവെച്ചത്. എന്താണ്? ഞാൻ സഭയാകുന്ന ശരീരത്തിൽ ആരെയെങ്കിലും മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കുർബാനയർപ്പണം അപൂർണമായിരിക്കും. കുർബാനയർപ്പണം ഒരിക്കലും പൂർണ്ണമാവുകയില്ല. അതുകൊണ്ട് അനുരഞ്ജിതരായി തീർന്നിടാം. നീ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ ആർക്കെങ്കിലും നിനക്കാരോടും വിരോധമില്ലായിരുന്നു. പക്ഷേ പങ്കെടുക്കാൻ വരുന്ന ആ സമൂഹത്തിലുള്ള ഏതോ 2-3 വ്യക്തികൾക്ക് നിന്നോട് പിണക്കമുണ്ടെങ്കിൽ ആ പിണക്കം തീർത്തതിന് ശേഷം മാത്രമേ നീ കുർബാന അർപ്പിക്കാവൂ. മനസ്സുകൊണ്ട് നിനക്ക് ആ പിണക്കം തീർക്കാതെ കുർബാനയിൽ പങ്കെടുക്കരുത്. നിന്റെ ഉള്ളിൽ സ്നേഹം നിറയണം. ഇന്ന് നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു ആത്മീയ ടിപ്പ് ഞാൻ തരികയാണ്. അത് പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴെല്ലാം പരിശുദ്ധ കുർബാനയുടെ വിഭജന ശുശ്രൂഷയുടെ സമയത്ത് സമൂഹം പാടുന്ന ഒരു പാട്ടുണ്ട്. ആ പാട്ട് ഇങ്ങനെയാണ്: ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നുവെന്ന് പറയുന്ന പാട്ടാണ്. പിന്നെ ആ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതായിരിക്കും. രക്ഷകനീശോധൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിത, സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകിയിടുമപ്പൻ ഞാൻ, സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോൻ എന്നിൽ നിത്യം ജീവിക്കും, നേടുമവൻ സ്വർഗം നിശ്ചയമായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എൻ്റെ പള്ളിയിലെ കുട്ടികളോട് ഈ പുസ്തകത്തിൽ കിടക്കുന്ന പാട്ട് പാടാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ പാടുകയില്ല. അവർക്ക് പഴയ ഏതെങ്കിലുമൊക്കെ യേശുദാസിൻ്റെ പാട്ടൊക്കെയാണ് ഇഷ്ടം. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല. ഈ പുസ്തകത്തിൽ എത്ര മനോഹരമായ പാട്ടുകളാണ്. നിങ്ങളത് ആരെങ്കിലും നാളെ കേൾക്കുമ്പോൾ സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോൾ എന്നിൽ നിത്യം ജീവിക്കുമെന്ന വചനം, ആ പാട്ടിൻ്റെ വരികൾ നിങ്ങളുടെ ഉള്ളിലേക്ക് അഭിഷേകമായി നിറയട്ടെ. കർത്താവേ, സ്നേഹം കൂടാതെ നിന്നെ സ്വീകരിക്കാനുള്ള ഒരു സാഹചര്യം ഒരിക്കലും ഒരുക്കരുതേ. ഞാൻ കുർബാന സ്വീകരിക്കുമ്പോൾ എന്നെ മാത്രമല്ല, ഈ കുർബാനയിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന എല്ലാവരെയും, സഭയിലെ എല്ലാവരെയും ഞാൻ സ്വീകരിക്കുന്നത് എന്നുള്ള ആഴമേറിയ ദൈവശാസ്ത്ര ബോധ്യം ഞങ്ങൾക്ക് തരണമേ. എൻ്റെ കർത്താവേ, സ്നേഹമോടെ എന്നെ കൈക്കൊള്ളുവോൾ എന്നിൽ നിത്യം ജീവിക്കും. ആ പാട്ട് എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും കേൾക്കുമ്പോൾ ഈ മക്കളുടെ ഉള്ളിലേക്ക് ഒരു അഭിഷേകം നിറയട്ടെ. ഈശോ, നിന്റെ പരിശുദ്ധ രക്തം കൊണ്ട് ഞാൻ എല്ലാ മക്കളെയും മുദ്ര ചെയ്യുന്നു. കർത്താവ്, ഇവരെ ആശീർവദിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെയും പ്രത്യേക സംരക്ഷണവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.